കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം. നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്കാണ് ആദ്യം. അരിമ്പൂരിൽ നിയമവിരുദ്ധമായി സ്കൂൾ വിറ്റതായി പരാതി. ചിറക്കൽ പാലം നിർമ്മാണത്തിലെ അപാകങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP ചാഴൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. കാളമുറിയിൽ തോടിന്റെ ഒഴുക്കിന് തടസ്സമായ കയ്യേറ്റങ്ങൾ പഞ്ചായത്ത് അധികൃതർ പൊളിച്ചു നീക്കി. വാർത്തകളിലേക്ക് വിശദമായി. അരിമ്പൂരിൽ സ്കൂൾ വിറ്റതായി പരാതി. 7 പതിറ്റാണ്ടിലധികം പഴക്കമുള്ള അരിമ്പൂരിലെ APS പരക്കാട് സ്കൂൾ നിയമവിരുദ്ധമായി കച്ചവടം നടത്തിയതായാണ് പരാതി. സ്കൂളിൽ നിന്ന് വിരമിച്ച അധ്യാപികയും മതസ്ഥാപന മേധാവിയും വിദ്യാഭ്യാസ വകുപ്പിലെ ചിലരും ചേർന്ന് സ്കൂൾ 70 ലക്ഷം രൂപയ്ക്ക് കൈമാറിയെന്ന് എറവ് സ്വദേശി ലാൽ കൂറ്റുകാരൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ്, വിജിലൻസ്, കളക്ടർ എന്നിവർക്കാണ് പരാതി നൽകിയത്. സ്റ്റാഫ് മാനേജ്മെന്റ് സ്കൂളുകളിൽ ആരും തന്നെ ഇല്ലാത്ത പക്ഷം സ്കൂൾ നടത്തിക്കൊണ്ടു പോകേണ്ട ഉത്തരവാദിത്തം വിദ്യാഭ്യാസ വകുപ്പിലെ ജില്ലാ മേധാവിയിൽ നിക്ഷിപ്തമായിരിക്കുമെന്നാണ് നിയമം. സ്കൂൾ വിൽപ്പന സംബന്ധിച്ച് ഇതേ സ്കൂളിൽ നിന്ന് വിരമിച്ച 2 അധ്യാപകർ പരാതി ഉന്നയിച്ചിരുന്നു. രേഖകൾ കൈവശമുണ്ടെന്നും പരാതിയിൽ നടപടിയുണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ലാൽ കുറ്റുകാരനും ജോസഫ് അച്ചിങ്ങാടനും പറഞ്ഞു. വിദ്യാഭ്യാസ ചട്ടപ്രകാരം സ്റ്റാഫ് മാനേജ്മെന്റ് സ്കൂളിലെ ടീച്ചേഴ്സ് അവിടെ നിന്ന് വിരമിച്ച് പോകുന്ന സമയത്ത് അവർക്ക് ഒരു അനുകൂലമില്ല. സർക്കാർ പെൻഷൻ മാത്രമേ ഉള്ളൂ. ആ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരും അവിടെ അവസാനിക്കാൻ. ഇവിടെ അതല്ല സംഭവിച്ചത്. 2023 വിരമിച്ച കൊച്ചിത്രേശ എന്ന ടീച്ചർ 70 ലക്ഷം രൂപയ്ക്ക് 60 കപ്പലപ്പള്ളി വികാരിയച്ഛനുമായിട്ട് കച്ചവടം നടത്തുന്നത്. അതിന്റെ കൂടാരം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആരാധനാലയ കപ്പലപ്പള്ളി വെച്ചു. അപ്പൊ ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതിന്റെ പുറത്ത് ഞങ്ങൾ വിവരാവകാശം വെച്ചു. ഞങ്ങൾക്ക് അതിന്റെ രേഖകളൊക്കെ കിട്ടിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക്, അതുപോലെ തന്നെ വിജിലൻസിനൊക്കെ നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. മഴയ്ക്ക് കത്തെഴുതി കഴിമ്പ്രം വിദ്യാലയം. മുറ്റത്തിറങ്ങി നിന്റെ കൂടെ കളിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നല്ല മഴയുള്ള സമയത്ത് മൂടി പുതച്ചുറങ്ങാനും. പക്ഷേ ചില സമയങ്ങളിൽ നിന്നെ എനിക്ക് പേടിയാണ്. എന്നെപ്പോലെയുള്ള ഒരുപാട് കുട്ടികളെ നീ മഴവെള്ളപ്പാച്ചിലായി വന്ന് കൊണ്ടുപോയില്ലേ. പ്രിയപ്പെട്ട മഴ താമസിക്കുന്ന മേഘം ഹൗസിലേക്ക് 2ാം ക്ലാസ്സുകാരി BA തൻഹ എഴുതിയ കത്താണിത്. ആനന്ദമാവു അതിവർഷമാവല്ലേ എന്ന് പേരിട്ട് കഴിമ്പ്രം BPM SNDP HSS കഴിമ്പ്രം വിദ്യാലയത്തിലെ കുട്ടികൾ മഴയോട് പറയാനും പരിഭവിക്കാനും കത്തുകൾ എഴുതി. SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് മഴയുത്സവം ചെണ്ടകുട്ടി ഉദ്ഘാടനം ചെയ്തു. വാക്കും പാട്ടും കൊട്ടും ആട്ടവുമെല്ലാം ചേർന്ന മഴയുടെ കലാസംഗമം പങ്കുവയ്ക്കുകയാണ് കുട്ടികൾ. മഴരാഗമായ അമൃതവർഷിണിയിൽ ആനന്ദാമൃതകർഷിണി എന്നാരംഭിക്കുന്ന ഗാനത്തോടൊപ്പം സ്നിയ, മാളവിക എന്നിവർ നൃത്തം ചവിട്ടി. കുമാരനാശന്റെ ചന്തമേറിയ പൂവിലും എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരം രംഗപൂജയായി അഞ്ജു, അനുശ്രീ എന്നിവർ അവതരിപ്പിച്ചു. ചൂരൽമല ദുരന്തത്തിന്റെ തീവ്രമായ അനുഭവം ഉൾക്കൊള്ളുന്ന കവിത ദേവിക ആലപിച്ചു. മഴയുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്തമാർന്ന പാട്ടുകൾ കൂട്ടിയിണക്കിക്കൊണ്ട് UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ സംഘനൃത്തം അവതരിപ്പിച്ചു. മഴപ്പാട്ടുകൾ, മഴപ്രസംഗം എന്നിവയും പരിപാടിയുടെ ഭാഗമായിരുന്നു. പ്രിൻസിപ്പൽ S. സിന്ധു, പ്രധാനാധ്യാപകൻ ദിലീപ് കുമാർ CS, PTA പ്രസിഡന്റ് രമേശ് പള്ളത്ത്, MPTA പ്രസിഡന്റ് ഷിസ്മ പ്രശാന്ത്, അധ്യാപകരായ E. പ്രസാദ്, ശ്രീകാന്ത് P. ദാസ്, ശോഭ VS, നീതു KP, വിദ്യാർത്ഥികളായ ആദിലക്ഷ്മി, അൽമാസ് എന്നിവർ സംസാരിച്ചു. ഇങ്ങനെ ഒരു പരിപാടി അറേഞ്ച് ചെയ്യുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളുടെ ഫുൾ ട്രൂപ്പുമായിട്ട് വന്നിട്ട് തന്നെ നിങ്ങളെയൊക്കെ ആടിപ്പാടുന്ന രീതിയിൽ തന്നെ ഒരു പരിപാടി നടത്തിയായിരുന്നു. സത്യമായി എന്തുതന്നെയായാലും ഈ ഒരു ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയാണ്, ഈ വർഷം തന്നെ ഒരു പരിപാടിക്ക് ഞാൻ പോകാറുള്ള ഫുൾ ട്രൂപ്പുമായിട്ട് വന്ന് തന്നെ നമ്മുടെ സ്കൂളിൽ ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടി സ്റ്റേജ് പ്രോഗ്രാം ഞാൻ നടത്തിത്തരാം.
സംസ്ഥാനത്തെ മികച്ച ചെമ്മീൻ കർഷകനുള്ള മത്സ്യബന്ധന തുറമുഖ വകുപ്പിന്റെ മത്സ്യ കർഷക അവാർഡ് നേടിയ ഷൈൻ ടി സുരേന്ദ്രനാഥ്, ഷൈൻ ടി ഭാസ്കരൻ എന്നിവരെ BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി അനുമോദിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി MB ഗോപകുമാർ ആദരവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജീവനാഡിയാണ് കൃഷി എന്ന് പറയുന്നത്. ശരിക്കും ഒരു വ്യവസായ രംഗത്ത് നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ ആ തരത്തിൽ ഒരു സമയം കണ്ടെത്തുക എന്നുള്ളത് അപൂർവമായ കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ലാഭകരമായിട്ടുള്ളത് മറ്റുള്ള ബിസിനസ്സുകളെക്കാൾ നഷ്ടം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ലാഭം കുറവുള്ള ഒരു മേഖലയാണ് കാർഷിക മേഖല. അത് മത്സ്യ മേഖലയായാലും ശരി, മറ്റ് കൃഷികളായാലും ശരി. അപ്പോൾ ആ ലാഭത്തെക്കാൾ അപ്പുറത്ത് നമ്മുടെ സംസ്കാരം, അതായത് നമ്മുടെ ഒരു രീതി, നമ്മുടെ ഭാരതത്തിൻ്റെ തുറന്നു വരുന്ന ഒരു എന്താ പറയുക, ഒരു തുടർച്ച, അത് സംരക്ഷിക്കാം എന്നുള്ള ഒരു ധാർമ്മികമായ കടമ കൂടിയാണ് ഇവർ രണ്ടുപേരും നിറവേറ്റിയിട്ടുള്ളത്. അതിന്റെ അംഗീകാരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റ് ജില്ലാ സെക്രട്ടറി സജിനി മുരളി, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷൈൻ നെടിയിരിപ്പിൽ, TG രതീഷ്, BJP നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് PB സെന്തിൽകുമാർ, സുരേഷ് ഇയാനി, NS ഉണ്ണിമോൻ, ലാൽ ഊണുങ്ങൽ, AK ചന്ദ്രശേഖരൻ, അനൂപ് പട്ടത്ത്, അംബിക, ജ്യോതിദാസ്, ജയരാമൻ വളവത്ത്, ബൈജു കോറോത്ത്, സഞ്ജിനി ദാസ്, PK ബേബി, EP രവി എന്നിവർ പങ്കെടുത്തു. ഞങ്ങൾ 2015 ആദ്യമായിട്ട് ഇങ്ങനൊരു ആശയം വെച്ച് ഞങ്ങൾക്ക് സർവീസ് ഇൻഡസ്ട്രിയും അതുപോലെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പോഴും സർവീസ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അറിയാൻ പറ്റും, നമുക്ക് സേവനങ്ങൾ മാത്രം ചെയ്താൽ പറ്റില്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് മറിച്ച് വിറ്റാൽ നമുക്ക് കാശ് കിട്ടുന്ന സംരംഭമാണ്. പക്ഷേ ഞാൻ JCIയിൽ കൂടുതൽ ഇൻവോൾവ് ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ ഫുഡ് സേഫ്റ്റി എന്നുള്ള രീതിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കുക മാത്രമല്ല, നമുക്കൊരു പ്രൊഡക്ഷൻ ഒരു രീതിയിൽ നമുക്ക് മുന്നേറണം എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് ഞാനും ഷൈനും കൂടി സംസാരിച്ച് ഒരു ഫിഷ് ഫാമിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെ കുറച്ച് ചർച്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു അംഗീകാരം എന്ന് പറയുന്നത് ഒരു വലിയൊരു അഭിമാനമായൊരു മുഹൂർത്തം തന്നെയാണ്. എന്തായാലും ഈ കൃഷിയുടെ ആദ്യഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അവിടെ. എന്നിരുന്നാലും അതിനെ തരണം ചെയ്യാനും അന്നത്തെ ജില്ലാ കളക്ടറായാലും ശരി, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തായിട്ട് നല്ലോണം സപ്പോർട്ട് നമുക്ക് കിട്ടി. എന്നിരുന്നാലും ഇപ്പോൾ എല്ലാം ഭംഗിയായി നല്ല രീതിയിൽ ഓരോ പ്രാവശ്യം നല്ല രീതിയിൽ കൃഷി ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു. മറ്റ് വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഷൈൻ പറഞ്ഞു. ലയൺസ് ക്ലബ്ബ് തൃപ്പയാർ ടെമ്പിൾ സിറ്റി 8 സേവന പദ്ധതികൾ ഈ വർഷം നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാഴ്ച പരിമിതരായ ലോട്ടറി വിൽപ്പനക്കാർക്ക് ബാഗ്, ബ്ലൈൻഡ് സ്റ്റിക്ക്, അനുബന്ധ സാമഗ്രികൾ, ജോലിക്കാരെ ആവശ്യമുള്ളവർക്കും ജോലി ആവശ്യമുള്ളവർക്കുമായി സൗജന്യ ഓൺലൈൻ പോർട്ടൽ, നിർധനരായവർക്ക് വഴിയോര കച്ചവടം നടത്താനുള്ള സാമഗ്രികൾ നൽകൽ, നിർധനർക്ക് സ്വയം തൊഴിലിനുള്ള ഉപാധികൾ നൽകൽ, ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സഹായം നൽകൽ, കാഴ്ച പരിമിതിയുള്ളവരുടെ സംഘടനയായ നിമ്മതി ചാരിറ്റബിൾ ട്രസ്റ്റിലെ മെമ്പർമാർക്ക് ഓണക്കിറ്റ് വിതരണം എന്നിവയാണ് ഈ വർഷത്തെ പ്രധാന സേവന പദ്ധതികൾ. ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ ഓഗസ്റ്റ് 1 വൈകിട്ട് 6:30 തൃപ്രയാർ ലയൺസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് ചുമതലയേൽക്കും. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനോക്കാരൻ ഉദ്ഘാടനം ചെയ്യും. സ്ഥാനാരോഹണ ചടങ്ങ് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് K. വാര്യർ നിർവഹിക്കും. സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷ്റഫ് പുതിയ മെമ്പർമാരെ ഇൻഡക്ട് ചെയ്യും. ഭവനരഹിതർക്ക് ഭവനം എന്ന പദ്ധതി വഴി പൈനൂർ പല്ലയിൽ നിർമ്മാണം പൂർത്തിയായ ഭവനത്തിന്റെ താക്കോൽദാന കർമ്മവും അന്നേ ദിവസം നടത്തും. ഭാരവാഹികളായ ഷാജി ചാലിശ്ശേരി, സൂരജ് വേളയിൽ, IM സക്കറിയ, കാർത്തികേയൻ കുന്നുങ്ങൽ, ജോസ് താടിക്കാരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ചിറക്കൽ പാലം നിർമ്മാണത്തിലെ അപാകങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP ചാഴൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. പാലത്തിന്റെ സൈഡ് വാളിൽ രൂപപ്പെട്ട വിള്ളൽ പരിഹരിക്കുക, ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കാത്ത MLAയും ചാഴൂർ പഞ്ചായത്ത് ഭരണസമിതിയും നീതി പാലിക്കുക, പാലം പണിയിലെ അഴിമതി അന്വേഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. ചിറക്കൽ സെന്ററിൽ നടന്ന പ്രതിഷേധം എറണാകുളം മേഖലാ ജനറൽ സെക്രട്ടറി സേവിൻ പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളൊക്കെ തന്നെ ഈ പാലത്തിൽ വിള്ളൽ കാണുകയും അവിടെ വരികയും ചെയ്ത സാഹചര്യത്തിൽ ഇതിന്റെ നിർമ്മാണത്തിന്റെ പ്രവർത്തകർ പറയുന്നത് അവരുടെ ഭാഷയിൽ ഒരു മസാല എന്നാണ് പറയുന്നത്. അതായത് ഈ വിള്ളലുണ്ടായ ഭാഗത്തോ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പെരിക്കൻ, സിമന്റ് കൂട്ടിയുള്ള പെരിക്കൻ തേച്ചത് മറക്കാമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഭാരതീയ ജനതാ പാർട്ടി പാലവുമായി ബന്ധപ്പെട്ട് പല സാഹചര്യങ്ങളിലും ഇത്തരത്തിലുള്ള ജനകീയ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾ പരിഹരിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള
ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് നടപ്പിലാക്കി കൊടുക്കുവാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ പ്രിയമുള്ളവരെ പറയാതിരിക്കുവാൻ നിവർത്തിയില്ല. ഈ നാട്ടിൽ അധികാരം കൈയാളുന്നവർ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ പരാജയപ്പെടുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി രംഗത്ത് വരേണ്ട സാഹചര്യം, സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട സാഹചര്യമാണ് കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ നിലനിൽക്കുന്നത്. BJP ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സജീവൻ ഞാറ്റുവെട്ടി അധ്യക്ഷനായി. ചേർപ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി വി ശ്രീരാജ്, രജിത്ത് രാജൻ ഇയാനി, നിതീഷ് പൊറ്റേക്കാട്ട്, നിഖിൽ രാധാകൃഷ്ണൻ, ഡിൻഡോ കൊള്ളന്നൂർ, സുശാന്ത് ഐനിക്കുന്നത്ത്, ഷാജി കളരിക്കൽ എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കാരമുക്ക് സ്വദേശി മരിച്ചു. 2 മാസം മുമ്പ് കൂർക്കഞ്ചേരിയിൽ വെച്ചുണ്ടായ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ ആശുപത്രി ITI റോഡിൽ പുറത്തൂർ പള്ളിക്കുന്നത്ത് സെബാസ്റ്റ്യന്റെ മകൻ ഷാജുവാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. നെടുപുഴയിലേക്ക് പോകുമ്പോഴാണ് അപകടം സംഭവിച്ചത്. അപകടത്തെ തുടർന്ന് ഷാജു അബോധാവസ്ഥയിലായിരുന്നു. തൃശൂരിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്കാരം കണ്ടശങ്കടവ് സെന്റ് മേരീസ് പുറാന പള്ളിയിൽ നടത്തി. ഭാവന റാഫി കോർണറിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. വാടനപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ VG സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഭാവന റാഫി കോർണർ പ്രസിഡന്റ് റംസാൻ അലി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഭാവന നൽകി വരുന്ന വിശിഷ്ട സേവന പുരസ്കാരം ഗിൽസ തിലകന് സമ്മാനിച്ചു. കലാപ്രതിഭയ്ക്കുള്ള പുരസ്കാരം ഏഷ്യ ഗിന്നസ് റെക്കോർഡ്സ് നേടിയ കലാകാരി അതീന്ദ്രിയ ഹെനോയ്ക്കും, കായിക പുരസ്കാരങ്ങൾ സംസ്ഥാന കേരളോത്സവം വിജയികളായ മുഹമ്മദ് വസീമും മുഹമ്മദ് ജസീലിനും സമ്മാനിച്ചു. വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ UGC റാങ്ക് ജേതാവ് നിനിത ഷൈജുവിന് നൽകി. ഉന്നത വിജയം നേടിയ 30ഓളം വിദ്യാർത്ഥികളെയും വിവിധ സ്കോളർഷിപ്പ് പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. ഭാവന റാഫി കോർണർ ജനറൽ സെക്രട്ടറി ഷബീർ അലി, സ്ഥാപക പ്രസിഡന്റ് സിറാജുദ്ദീൻ, KMCC സംസ്ഥാന ട്രഷറർ PMS ഹുസൈൻ, ഖത്തർ വാപ്സ സെക്രട്ടറി സനീഷ് വത്സൻ, സാബിർ കല്ലയിൽ, AK നൂറുദ്ദീൻ, AM മുഹമ്മദ്, VK ഷംസുദ്ദീൻ, ഹംസ സ്വതന്ത്രേഷ്, അബ്ദുള്ള പണിക്കവീട്ടിൽ, മുജീബ് സുധീർ, റിൻഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. കടൽ മണൽ ഖനനത്തിനെതിരെയും കടലിൽ മീൻ പിടിക്കാനുള്ള അധികാരം കോർപ്പറേറ്റുകൾക്ക് നൽകുന്നതിനെതിരെയും AITUC പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. വാടനപ്പള്ളി സെൻട്രലിൽ ചേർന്ന യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയാവുന്ന വിധത്തിൽ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട ധാരാളം സംഘടനകളുണ്ട്. ബോട്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോസസ്സ് ചെയ്യുന്ന മത്സ്യ സംസ്കരണ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട അങ്ങനെ ധാരാളം സംഘടനകൾ. ആ സംഘടനകളും തൊഴിലാളി സംഘടനകളെല്ലാം ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് വിപുലമായ ഐക്യത്തോടുകൂടി ഇന്ത്യയുടെ പാർലമെൻറ്റിന് മുന്നിലേക്ക് ഈ വിഷയം കേരളത്തിലെ തൊഴിലാളികളാണ്, മത്സ്യത്തൊഴിലാളി മേഖലയിലെ ട്രേഡ് യൂണിയനുകളാണ് വിശിഷ്യ അതിന് ഏറ്റവും വലിയ നേതൃത്വം കൊടുത്തത് AITUC ആണ്. നമ്മുടെ ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റും AITUCയുടെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ സഖാവ് TJ ആഞ്ചലോസിൻ്റെ നേതൃത്വത്തിലാണ് മുൻകൈ
അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. AITUC ജനറൽ സെക്രട്ടറി സഖാവ് അമർജിത് കൗർ, ജില്ലാ പ്രസിഡന്റ് ടി കെ സുധീഷ് അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. ഭാരവാഹികളായ PK കൃഷ്ണൻ, BR മനോജ്, ജെയിംസ് റാഫേൽ, KK ശിവൻ, TR ബാബുരാജ്, AS സുരേഷ് ബാബു, രാകേഷ് കണിയാമ്പറമ്പിൽ, KC സതീശൻ, BA ഷംസുദ്ദീൻ, അഷ്റഫ് വലിയകത്ത് എന്നിവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീമാരുടെ അറസ്റ്റിലും സംഘപരിവാർ ആക്രമണത്തിനുമെതിരെ CPM മണലൂർ ലോക്കൽ കമ്മിറ്റി പ്രതിഷേധിച്ചു. CITU ജില്ലാ കമ്മിറ്റി മെമ്പർ CK വിജയൻ ഉദ്ഘാടനം ചെയ്തു. PS പ്രസാദ് അധ്യക്ഷനായി. KV ഡേവിസ്, ജനാർദ്ദനൻ മണ്ണുമ്മൽ തുടങ്ങിയവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ കള്ളക്കേസിൽ കുടുക്കി കന്യാസ്ത്രീകളെ ജയിലിലടച്ച BJP സർക്കാരിന്റെ പ്രാകൃത നടപടിക്കെതിരെ മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വാടനപ്പള്ളി സെന്ററിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KS ദീപൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. വാടനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ ആമുഖ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ CM ശിവപ്രസാദ്, വാസു വളാഞ്ചേരി, PD ബെന്നി, സോമൻ വടശ്ശേരി, NJ സേവിയർ, സുഗന്ധിനി ഗിരീഷ്, NA ഹസൻ എന്നിവർ സംസാരിച്ചു. ക്ഷീരവികസന വകുപ്പ് തളിക്കുളം ബ്ലോക്ക് ക്ഷീരസംഗമം സംഘടിപ്പിച്ചു. തൃത്തല്ലൂർ ആശുപത്രി പരിസരത്ത് നിന്നും ഘോഷയാത്രയോടുകൂടിയാണ് പരിപാടി ആരംഭിച്ചത്. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ ഇടപെട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ വിവിധ വകുപ്പുകൾ കൈകാര്യം മന്ത്രിമാർ ക്ഷീരവികസന വകുപ്പ് ക്ഷീര കർഷകരെ സംബന്ധിച്ച് വളരെ വലിയ ഇടപെടലുകളാണ് നടത്തിവരുന്നത്. നിരവധി പദ്ധതികൾ ക്ഷീരവികസന വകുപ്പ് നടപ്പാക്കി വരുന്നുണ്ട്. ക്ഷീര സഹകരണ സംഘങ്ങളെ ശക്തിപ്പെടുത്തുന്ന ആവശ്യമായ നടപടികൾ, അതുപോലെ ക്ഷീര കർഷകർക്കുള്ള പരിശീലനം കൊടുക്കുക, നമ്മുടെ പാലിൽ അതിൻ്റെ ഉൽപ്പാദനം വിതരണം വർദ്ധിപ്പിക്കുക, ഇതൊക്കെയാണ് സർക്കാരിൻ്റെ നടപ്പാക്കുന്ന പദ്ധതികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മനുഷ്യ ആരോഗ്യത്തിൽ വളരെ പ്രധാനം, വലിയ മനുഷ്യ ജലജനിക്ക് പ്രധാനം വായു വേണം, വെള്ളം വേണം, പിന്നെ ഭക്ഷണമാണ്. വായുവില്ലാതെ വെള്ളമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു മിനിറ്റ് മുമ്പ് പൊത്തിപ്പിടിച്ച് തന്നാൽ നമുക്ക് മരിച്ചു പോകും. വെള്ളമില്ലാതെ സമയം നിൽക്കാൻ കഴിയില്ല. ആഹാരം 25 ദിവസം 50 ദിവസം തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷനായി. ക്ഷീരവികസന സെമിനാറിൽ കന്നുകാലികളിലെ പ്രോട്ടോസോവൻ രോഗങ്ങളെക്കുറിച്ച് മൃഗസംരക്ഷണ വകുപ്പ് റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ KB പ്രഭാകരൻ ക്ലാസ് എടുത്തു. മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ CN വത്സലൻ പിള്ള, തൃത്തല്ലൂർ ക്ഷീരസംഘം പ്രസിഡന്റ് ഗിരീഷ് മാത്തുക്കാട്ടിൽ, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത, തൃശൂർ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ട്രീസ തോമസ്, തളിക്കുളം ക്ഷീരവികസന ഓഫീസർ TG ഷീല, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ മല്ലിക ദേവൻ, KB സുരേഷ് കുമാർ, ഇബ്രാഹിം പടിവിങ്ങൽ, കല, ജുബി പ്രദീപ്, വസന്ത ദേവലാൽ, ഭഗീഷ് പുരാടൻ, സരിത ഗണേശൻ, ഷൈജ ഉദയകുമാർ, രേഖ അശോകൻ, സന്തോഷ് പണിക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. 7 ദിവസങ്ങളിലായി വിവിധ പഞ്ചായത്തുകളിൽ അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ചു. പാലുൽപ്പന്ന നിർമ്മാണം, വിദ്യാർത്ഥികൾക്കായി ഡയറി ക്വിസ്, ചിത്രരചന, ഉപന്യാസ മത്സരങ്ങൾ, ക്ഷീരകർഷകരുടെ നാട്ടറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, സ്കൂൾ കുട്ടികൾക്ക് ക്ഷീരമേഖലയിലെ പ്രശസ്തിയെക്കുറിച്ച് ക്ലാസ്, കന്നുകാലി പ്രദർശനം എന്നീ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. തൃത്തല്ലൂർ ക്ഷീരസംഘത്തിന്റെ ആതിഥേയത്വത്തിൽ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ക്ഷീരസംഗമം നടന്നത്. മണലൂർ ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിലെ സഹസ്ര ക്ലബ്ബും കാഞ്ഞാണി സൈമൺസ് കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്രരോഗ തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ടോണി അത്താണിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. MA അശ്വിൻ റാം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വിഷ്ണു സത്യൻ, പ്രസിഡന്റ് ഹനീഷ് ഹരി തുടങ്ങിയവർ സംസാരിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ക്ലബ്ബ് അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. ക്യാമ്പിൽ 100-ൽ പരം ആളുകൾ പങ്കെടുത്തു. കമ്മിറ്റി ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിനും പുസ്തക സമാഹരണവും നടത്തി. കാഞ്ഞാണിയിലെ ലൈബ്രറി ഹാളിൽ നടത്തിയ ചടങ്ങ് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ടോണി അത്താണിക്കൽ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരായ മാത്യു അന്തിക്കാട്, ബൈജു ബാലകൃഷ്ണൻ, ഷാജികുമാർ, ഗോപി മാമ്പുള്ളി എന്നിവർ അവരുടെ സ്വന്തം കൃതികൾ ലൈബ്രറിയിലേക്ക് സംഭാവന ചെയ്തു. ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി PK കൃഷ്ണൻ, ലൈബ്രറിയൻ TS സുജീന്ദ്രനാഥൻ, കമ്മിറ്റി അംഗം ജനാർദ്ദനൻ മണ്ണുമ്മൽ, ഗിരീഷ് ചിറയത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് അംഗത്വ വിതരണവും നടത്തി.
ഒരിടവേള കൂടി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഇതാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മൺസൂൺ NRI ഫെസ്റ്റ്. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, പ്രഷ്യസ്, കുവൈറ്റ് കളക്ഷനുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ഓഫർ വാലിഡ് ഫോർ എ ലിമിറ്റഡ് ടൈം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. ഫോൺ 0487239997. മൊബൈൽ 9846125283, 9846125284. വീണ്ടും വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ കയ്പമംഗലം മണ്ഡലത്തിലെ പദ്ധതികൾ അവതരിപ്പിച്ചു. സംസ്ഥാന സർക്കാർ 5 വർഷം പൂർത്തിയാക്കുന്നതിന് മുന്നോടിയായി മണ്ഡലത്തിൽ അടിയന്തര ശ്രദ്ധ വേണ്ട പദ്ധതികളെക്കുറിച്ചറിയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. ജില്ലയിലെ മുഴുവൻ MLA-മാരെയും ഉൾപ്പെടുത്തി ചേർന്ന യോഗത്തിൽ കയ്പമംഗലം മണ്ഡലത്തിൽ അടിയന്തര ശ്രദ്ധ വേണ്ട പദ്ധതികളെക്കുറിച്ച് ET ടൈസൺ MLA വിശദീകരിച്ചു. തൃശൂർ, എറണാകുളം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പാലങ്ങളിൽ ഒന്നായ അഴീക്കോട് മുനമ്പം പാലത്തിന്റെ പണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലത്തിന്റെ 60% പണി നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. എറണാകുളം നഗരത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാൻ കഴിയുന്ന തീരദേശവാസികളുടെ സ്വപ്ന പദ്ധതിയായ ഈ പാലത്തിന്റെ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തണമെന്ന് MLA ചൂണ്ടിക്കാട്ടി. തീരദേശ നിയോജക മണ്ഡലമായ കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ കടലേറ്റവും അതുമൂലം ഒട്ടനവധി ദുരിതങ്ങളും തീരദേശവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമൂലം എറിയാട്, എടവലങ്ങ് പഞ്ചായത്തുകളെ ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ടെട്രോപാഡ് വിരിച്ച് കടലേറ്റം തടയുന്നതിന് ആവശ്യമായ പഠനവും മറ്റ് അനുബന്ധ നടപടിക്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട്. 2022-23 സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയതും നിരവധി ആലോചനാ യോഗങ്ങൾ നടന്നതുമായ ഈ പ്രവൃത്തി എത്രയും വേഗം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. കൂടാതെ മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാവുന്ന നാട്ടിക കുടിവെള്ള പദ്ധതി ഭരണാനുമതിയും മറ്റ് പ്രാരംഭ നടപടികളും തുടങ്ങിയിട്ടുള്ളതാണ്. ഈ പദ്ധതി നിർവഹണത്തിനായി സ്പെഷ്യൽ ഓഫീസർമാരുടെ നിയമനം ഉണ്ടാവുകയും എത്രയും വേഗത്തിൽ തന്നെ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉപജീവനം നടത്തുന്ന അഴീക്കോട് മേഖലയിൽ ഇവരുടെ മത്സ്യം വിപണനം നടത്തുന്നതിനായി അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്റർ ആരംഭിക്കുകയും പിന്നീട് സാങ്കേതിക പ്രശ്നത്തിൽ നിലച്ചു പോവുകയും ചെയ്തിട്ടുള്ളതാണ്. ഇത് പൂർത്തീകരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. മണ്ഡലം നേരിടുന്ന പ്രശ്നങ്ങളും ഇനിയും പൂർത്തീകരിക്കേണ്ട പദ്ധതികളും വിശദമായി തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും ഇത് പരിഗണിക്കണമെന്നും ET ടൈസൺ MLA മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ അറിയിച്ചു. കാളമുറിയിൽ തോടിന്റെ സ്വാഭാവിക ഒഴുക്കിന് തടസ്സമാകുന്ന വിധം അനധികൃതമായി വശങ്ങൾ കെട്ടിയത് പഞ്ചായത്ത് അധികൃതർ പൊളിച്ചു നീക്കി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ കാളമുറി സെന്ററിൽ നിന്നും പടിഞ്ഞാറോട്ട് വെള്ളമൊഴുകുന്ന കാളമുറി തോട് സ്വകാര്യ വ്യക്തികൾ കയ്യേറി തോടിന്റെ സ്വാഭാവിക ഒഴുക്കിന് തടസ്സമാകുന്ന വിധം അനധികൃതമായി തോടിന്റെ വശങ്ങൾ കെട്ടിയത് പലതവണ നോട്ടീസ് നൽകിയിട്ടും പൊളിച്ച് നീക്കം ചെയ്യാതിരുന്നതിനെ തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ച പ്രകാരമാണ് പൊളിച്ചു നീക്കിയത്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭരണസമിതി അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി, മറ്റ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ JCB ഉപയോഗിച്ചാണ് പൊളിച്ചു നീക്കിയത്.
ആരോഗ്യ പ്രവർത്തകനും ശാസ്ത്ര പ്രചാരകനുമായിരുന്ന OS സത്യനെ അനുസ്മരിച്ചു. പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമിതി ചെയർമാൻ ഡോക്ടർ NR ഹർഷകുമാർ അധ്യക്ഷത വഹിച്ചു. നവോത്ഥാനവും വർത്തമാനകാല സമൂഹവും എന്ന വിഷയത്തിൽ ഡോക്ടർ സുനിൽ P. ഇളയിടം സത്യൻ സ്മാരക പ്രഭാഷണം നടത്തി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, ജനറൽ കൺവീനർ PB സജീവ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജിസി രഘുനാഥ് എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ മികച്ച ശുചിത്വ ഹരിത വിദ്യാലയത്തിനുള്ള സത്യൻ സ്മാരക പുരസ്കാരത്തിനും ക്യാഷ് അവാർഡിനും അർഹരായ പെരിഞ്ഞനം ഈസ്റ്റ് UP സ്കൂൾ 2-3 സ്ഥാനങ്ങൾ നേടിയ എടത്തിരുത്തി സെന്റ് ആൻസ് UP സ്കൂൾ, AM UP സ്കൂൾ അഴീക്കോട് എന്നിവയ്ക്കും മത്സര വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. വാസ്തവത്തിൽ വലിയൊരു വൈരുദ്ധ്യം അനുഭവപ്പെടാതിരിക്കില്ല. അതെന്താന്ന് വെച്ചാൽ കേരളം ഒരു സമൂഹം എന്ന നിലയ്ക്ക്, ഒരു ജനവിഭാഗം എന്ന നിലയ്ക്ക് മലയാളികൾ വളരെ വലിയ സാമൂഹ്യ വികാസത്തിൻ്റെ തലങ്ങളിൽ എത്തിയ ഒരു ജനതയാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെ സംബന്ധിക്കുന്ന ഏത് സൂചിക എടുത്ത് പരിശോധിച്ചാലും കേരളം വളരെ മുന്നിലാണ് എന്ന് കാണാൻ പറ്റും. വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെയും വലപ്പാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും നേതൃത്വത്തിൽ കർക്കിടക മാസാചരണം ആരംഭിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജ്യോതി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ദൃശ്യ സോമൻ കർക്കിടക മാസാചരണത്തെപ്പറ്റി ക്ലാസ് എടുത്തു. വാർഡ് മെമ്പർമാരായ KK പ്രഹർഷൻ, EP അജയ് ഘോഷ്, HMC മെമ്പർമാരായ PK രാമദാസ്, AR സത്യൻ, ഡോക്ടർ രാകേഷ് R ബാബു എന്നിവർ സംസാരിച്ചു. സൗജന്യ ഔഷധക്കഞ്ഞി വിതരണവും നടന്നു. താന്യത്ത് സ്ത്രീയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിലായി. വടക്കുമുറി വലിയ പറമ്പിൽ ശ്രീബിനാണ് അറസ്റ്റിലായത്. താന്യം പറമ്പിൽ ആദിത്യ കൃഷ്ണയുമായുള്ള തർക്കത്തെ തുടർന്ന് പ്രതികൾ സംഘം ചേർന്ന് ഇയാളുടെ വീട് ആക്രമിക്കുകയായിരുന്നു. ബഹളം കേട്ട് അവിടേക്കെത്തിയ അടുത്ത വീട്ടിലെ കാതിക്കൊടുത്ത ലീലയെ വടിവാൾ കൊണ്ട് വെട്ടുകയായിരുന്നു. ഈ കേസിലെ മറ്റ് പ്രതികളായ കായ്ക്കുരു രാകേഷ്, ഹരികൃഷ്ണൻ, അഖിൽ, ഷാജഹാൻ എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒളിവിൽ കഴിയുന്നതിനിടെ ആലുവയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഇരിഞ്ഞാലക്കുട DYSP KG സുരേഷ്, അന്തിക്കാട് പോലീസ് ഇൻസ്പെക്ടർ AS സരിൻ, സബ് ഇൻസ്പെക്ടർ അഫ്സൽ, CPOമാരായ CV കൃജേഷ്, അനീഷ്, മണികണ്ഠൻ, വിനീത് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വാടനപ്പള്ളി ഗണേശമംഗലം പടിഞ്ഞാറ് താമസിക്കുന്ന പരേതനായ വലിയകത്ത് കുഞ്ഞറമ്മു മകൻ ഉസ്മാൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. മുൻ വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷക്കീലയാണ് ഭാര്യ. ഷിനി, നിഷ എന്നിവർ മക്കളും ഫൈസൽ, നൌഫൽ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. അരിമ്പൂരിൽ നിയമവിരുദ്ധമായി സ്കൂൾ വിറ്റതായി പരാതി. ചിറക്കൽ പാലം നിർമ്മാണത്തിലെ അപാകങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP ചാഴൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. കാളമുറിയിൽ തോടിന്റെ ഒഴുക്കിന് തടസ്സമായ കയ്യേറ്റങ്ങൾ പഞ്ചായത്ത് അധികൃതർ പൊളിച്ചു നീക്കി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.